ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ദോശക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നീൻ്റെ റെസിപ്പി കേട്ടോ. മസാല ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒക്കെ സൈഡായിട്ട് കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നീൻ്റെ വീഡിയോ ആണ് ഇന്നത്തത്. അപ്പോൾ ആ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയേ. അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഞാൻ ദോശക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിനി. അപ്പം നല്ല തകൃതമായി മഴയാണല്ലോ പുറത്ത്. അപ്പോൾ ഞാൻ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പം മാവ് അത്യാവശ്യം പൊങ്ങിയിരിക്കണം കേട്ടോ. പൊങ്ങിങ്ങാണ്ട് പുറത്ത് ചാടിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കിയിട്ട് ചുട്ടെടുക്കുക. ഉപ്പിടുമ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് പൊങ്ങി വരും ഒരു 10 മിനിറ്റ് വെച്ചാൽ. അപ്പോൾ നമ്മളെ ചട്നിക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇവിടെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ 2 സവാള, അതേപോലെ 2 തക്കാളി, 2 പച്ചമുളക്. പച്ചമുളക് കുറച്ച് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് കേട്ടോ 2 എടുത്തത്. അതേപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലോണം തൊലി കളഞ്ഞുകൊണ്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ രാവിലെ ഒന്ന് മക്കൾക്കൊന്നും ഫുഡ് കൊണ്ടുപോകണ്ട കേട്ടോ, സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പം തകൃതമായിങ്ങാണ്ടുള്ള പണിയൊന്നും വേണ്ട, ഒക്കെ സാവധാനം മതി. അപ്പോൾ ഞാൻ ഉള്ളിയും ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ 2 പച്ചമുളകും, അതേപോലെ 4 അല്ലി വെളുത്തുള്ളിയും, തക്കാളിയും, 2 സവാളയും 2 തക്കാളി കേട്ടോ, അതൊക്കെ നല്ലോണം കട്ട് ചെയ്ത് വെച്ചു. അപ്പം നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കുന്ന അയൺ കടായിൻ്റെ പാത്രമാണ് കേട്ടോ. ഇത് നമ്മളെ മീഷോയിലൊക്കെ നല്ല തരംഗമായി മാറിയൊരു പാത്രമാണ്. അത് മീഷോന്ന് വാങ്ങിയത് കേട്ടോ. 200 സംതിങ് ആണ് ഈ ഒരു കടായി ചട്ടിക്ക്. നല്ല അടിപൊളി ചട്ടിയാണ് കേട്ടോ. ഒരുവിധം എല്ലാവരും വാങ്ങിയിരിക്കുന്നത്, കുറേ റിവ്യൂ ഞാൻ കണ്ടുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. മീൻ പൊരിച്ച, വെള്ളപ്പം ചൂട എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത്, വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ആ വെളുത്തുള്ളി ഉണ്ടല്ലോ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് സവാളയും പച്ചമുളകും ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഈ ചട്ടി ഒന്നാമത് വാങ്ങിയത് നമ്മളെ മക്കൾക്കുള്ള തക്കാളി ചോറ് അങ്ങനെയുള്ള ചോറുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല വൈഡായിട്ട് നിൽക്കുന്ന ഒരു ചട്ടിയാണ് കേട്ടോ. അത്യാവശ്യം കുണ്ടുണ്ടേനും. അപ്പം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റിയ ചട്ടിയാണ്. പിന്നെ അയൺ ആകുമ്പോൾ നമുക്ക് നല്ലതാണല്ലോ, നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിൻ്റെ മാതിരി അല്ലല്ലോ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തു കേട്ടോ സവാള. എന്നിട്ട് പിന്നെ തക്കാളി ഇട്ടെടുത്തു. അത് നമുക്കൊന്ന് അടച്ചു വെച്ചുകൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കടായി പാൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനൊന്ന് തക്കാളിയും സവാളയൊക്കെ ഒന്ന് അടച്ചു വെച്ചുകൊണ്ട് വേവിച്ചിട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് വാടി വന്നിക്കണം. അപ്പം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടികളായിട്ട് ഞാൻ മുളക് പൊടി മാത്രമേ ചേർക്കണുള്ളൂ. അതേപോലെ കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊന്നും ഞാൻ ചേർക്കണില്ല. അപ്പം 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അതാണ് കേട്ടോ അതൊക്കെ ചേർത്തെടുത്തത്. പിന്നെ വേറൊരു പൊടികളുമില്ല, കായപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വാടി വന്നിട്ട് വേണം നമ്മളെ കായപ്പൊടിയും അതേപോലെ മുളക് പൊടിയൊക്കെ അതിൻ്റെ പച്ച സ്മെല്ലുണ്ടല്ലോ നമ്മളെ പൊടികളെ, അതൊക്കെ ഒന്ന് മാറോളം നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചൂടാറിയിട്ടൊന്ന് ഇത് അരച്ചെടുക്കുക. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ദോശക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനും സൈഡായിട്ട് തന്നെ നമ്മളെ വെള്ള ചട്നി ഉണ്ടല്ലോ, നമ്മളെ തേങ്ങാ ചട്നി, അതും ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ചൂടാറിയിക്കണം, എന്നാലും നല്ലോണം ചൂടാറിയിട്ടില്ല. അത് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് അരച്ചെടുത്തു കേട്ടോ. വെള്ളം തീരെ അല്ലെങ്കിൽ ആകും കേട്ടോ, നല്ലോണം കട്ട കെട്ടിയ മാതിരിയാവുകയെ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതും ചുടുവെള്ളം കേട്ടോ. നല്ല ചൂട് വേണ്ടതിനും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പം നമ്മൾ അടിപൊളി തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ കടുകും കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഇട്ടുകൊണ്ട് അത് നമുക്ക് തൂമിച്ചെടുത്താൽ നമ്മളെ ചട്നി സെറ്റായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണ തന്നെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പം അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു കേട്ടോ. അപ്പം നമുക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കണത് കാണാം. അതും തന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതി മാത്രമാണ് കേട്ടോ ഇവിടെ കാണിക്കണത്. എല്ലാവരും പല രീതിയിലേക്കാരം, ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിക്കാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ കട്ട് ചെയ്ത് കണ്ട് അങ്ങനെ ഇട്ടെടുത്തു. അതേപോലെ പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, ചെറിയുള്ളി, കറിവേപ്പിൻ്റെ ഇല ഇതിട്ടും ഒന്ന് ക്രഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ പൂണ്ടതുകൊണ്ടാണ് ഒന്ന് ക്രഷ് ചെയ്യണം. എന്നിട്ട് ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചും കണ്ടൊന്ന് അരച്ചെടുക്കുക. അല്ലെങ്കിൽ പിന്നെ തേങ്ങ ചിരവിട്ടാണെങ്കിൽ വെള്ളം അങ്ങനെ തന്നെ ഒഴിച്ചും കണ്ട് നമുക്ക് അരച്ചെടുക്കുക. അപ്പം ഞാൻ ചിരവിലില്ല, ഞാൻ പൂളലാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ അരച്ചെടുത്തു. ഇനി നമുക്കിത് ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ആ ചട്ടി തന്നെ ഞാൻ കേങ്ങാണ്ട് അതന്നെ വെച്ചെടുത്തേക്കാണേ. അപ്പോൾ ഞാൻ ഈ ചട്ടി കിട്ടിയപ്പം ഒരുവിധം എല്ലാത്തിനും ഞാൻ ഇതന്നെ കേട്ടോ യൂസ് ചെയ്യൽ. നമുക്ക് ചിക്കൻ പൊരിക്കാനും മീൻ പൊരിക്കാനും എല്ലാത്തിനും ഒക്കത്തിനും പറ്റുന്നൊരു ചട്ടിയാണിത്. അപ്പോൾ ഞാൻ കടുകിട്ട് പൊട്ടിച്ചപ്പം പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തിട്ടാ, വറ്റൽമുളക് ഇട്ടെടുത്തിട്ടില്ല, ഇനി മറന്നു പോയിന്. പിന്നെ ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ ഞാൻ നമ്മളെ തേങ്ങ അയക്കാണ്ട് ഒഴിച്ചു കൊടുത്തു. ഞാൻ അധികം വെട്ടി തിളക്കണ്ട കേട്ടോ. മിക്സിൻ്റെ ജാറൊന്ന് ചുവറ്റി ഒഴിച്ചു ഉപ്പിട്ട് മിക്സ് ചെയ്യുക. അപ്പം തിളക്കണ്ട, ഗ്യാസ് പെട്ടെന്ന് ഓഫ് ചെയ്യുക. തിളച്ച രസം ഉണ്ടാവില്ല കേട്ടോ ചട്നി. അങ്ങനെ നമ്മൾ ഇന്നത്തെ തേങ്ങാ ചട്നി റെഡി ആക്കണം കേട്ടോ.
അപ്പോൾ കറികളൊക്കെ ആദ്യം സെറ്റായി നമുക്ക് ഇനി കടി ഉണ്ടാക്കിയാൽ പെട്ടെന്ന് മക്കൾക്കൊക്കെ വേഗം കഴിക്കാമല്ലോ. പിന്നെ സ്കൂളൊന്നുമില്ല, ഒക്കെ സാവധാനം മതിയുണ്ട് ഒരു സമാധാനമുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങാ ചട്നിക്ക് ഞാൻ വറ്റൽമുളക് ഇട്ടെടുത്തിട്ടില്ല കേട്ടോ. അതൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് ഇതാക്കിങ്ങാണ്ട് ഞാൻ അതിൽ ഇട്ടെടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗി വേണ്ട നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാം. അപ്പം ഇന്നത്തെ ചട്നീൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാ മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.